സച്ചിൻ, ഗുഡ് മോർണിംഗ്. എവിടെയോ നിങ്ങളുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാടിന്റെ MLA കാണുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ. KPCC യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയെങ്കിലും ഏറ്റവും ആദ്യം കോൺഗ്രസിന്റെ പരിപാടിക്ക് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം പൊതുപരിപാടിക്ക് എത്തിയത് നിങ്ങളുടെ പാലക്കാട് ജില്ലയിലായിരുന്നു. എവിടെ പാലക്കാട് ജില്ലയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കാണുന്നില്ലല്ലോ, എവിടെ പോയി അയാൾ? അവിടെ ഉണ്ടോ എന്ന് നോക്കണം വിൻഷ, തൊടുപുഴയിലുണ്ടോ എന്ന് നോക്കുന്നത് നന്നാവും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനായി സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലും അതേപോലെ തന്നെ സംസ്ഥാനത്തിന് പുറത്തും വ്യാപകമായ തെരച്ചിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ബാംഗ്ലൂർ അതുപോലെ തന്നെ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള ഊർജിതമായ അന്വേഷണം തന്നെയാണ് നടന്നിട്ടുള്ളത്. പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോൺ ലൊക്കേഷൻ പാലക്കാട് ജില്ലയിലാണ് അവസാനമായി ഉണ്ടായിരുന്നത്. എന്നാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് കൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ബാംഗ്ലൂർ അതുപോലെ തന്നെ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. അതായത് രാഹുൽ എത്താൻ സാധ്യതയുള്ള ചില സ്ഥലങ്ങൾ പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശക്തമായ ഒരു അന്വേഷണം തന്നെ നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ചില കോൺഗ്രസിൻ്റെ നേതാക്കളെയൊക്കെ സംശയത്തിൻ്റെ നിഴലിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാറ്, അതായത് പാലക്കാട് നിന്നും മുങ്ങിയ കാറ് ഒരു സിനിമാ താരത്തിൻ്റെ കാറായിരുന്നു. അത് പാലക്കാട് ഒരു മാസം മുൻപ് എത്തിയിരുന്നു. പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജില്ലയിൽ ചില സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ആ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യിക്കാൻ വേണ്ടി എത്തിയിരുന്നത് ഈ സിനിമാ താരമായിരുന്നു. അന്ന് മുതൽ ഈ കാർ ഇവിടെ ഉണ്ടായിരുന്നു. സിനിമാ താരം വന്നത് ഈ ചുവന്ന പോളോ കാറിലായിരുന്നു. അതിനുശേഷമാണ് കാറ് പാലക്കാട് ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പ്രധാനമായും ഈ കാറ് അതായത് പാലക്കാട് എത്തിയതിന് ശേഷം മുതിർന്ന പാലക്കാട്ടെ ഒരു കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന തെളിവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ഒരു മാസത്തോളം പാലക്കാട്ടെ ഈ മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിൽ ഈ കാർ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പോലീസിന് നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കോൺഗ്രസ് നേതാവിനെ അടക്കം ചിലപ്പോൾ ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കൃത്യമായ രീതിയിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണവും പാലക്കാട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും പാലക്കാട്ടെ ഫ്ലാറ്റൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത്. അതിനിടയിലാണ് പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും തപ്പി തിരുവനന്തപുരത്ത് നിന്നും നമ്മുടെ മനുഷ്യേട്ടനും എത്തിയിട്ടുണ്ട്. മനുഷ്യേട്ടൻ രാഹുലിനെ കണ്ടില്ല. ഇന്നലെ ഞങ്ങൾ പോരുന്ന വഴികളിലൊക്കെ നോക്കിയിരുന്നു, പക്ഷെ ഒരിടത്തും ആളെ കാണാൻ കിട്ടിയില്ല. ഏതായാലും പോയിരുന്നില്ല, പട്ടപ്പാടിയിലുണ്ടായിരുന്നില്ല പുള്ളി. അപ്പോൾ ഏതായാലും വരുന്ന വഴികളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് തന്നെയായിരുന്നു പാലക്കാട് ആളുകൾക്ക് സംസാരിക്കാനുണ്ടായിരുന്നത്. ഒരു വർഷം മുമ്പ് നമ്മൾ ഓർക്കുന്നില്ല, ഇതേ സമയത്ത് നമ്മളിവിടെ എല്ലാം നിന്നിങ്ങനെ ലൈവൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഏതായാലും MLA ഒളിവിലാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സച്ചിൻ, ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഡെവലപ്മെന്റ്സ് ഈ ചുവന്ന പോളോ കാറല്ലേ, ആ പോളോ കാർ ഒരു മാസം മുൻപ് ഈ കാറ് ഇവിടെ എത്തിയിരുന്നു, പാലക്കാട് എത്തിയിരുന്നു. അന്ന് മുതൽ ഈ കാറ് സൂക്ഷിച്ചിരുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലാണെന്നാണ് സൂചന ലഭിച്ചത്. അപ്പോൾ അദ്ദേഹവും ഈ രക്ഷപ്പെടാൻ സഹായം ചെയ്തിട്ടുണ്ടോ എന്നൊരു പരിശോധനയാണ് ഇപ്പോൾ ഏതായാലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിർണായക വിവരം ലഭിച്ചത് രാഹുലിന്റെ സ്റ്റാഫിനെ പേഴ്സണൽ സ്റ്റാഫിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ആ വിവരങ്ങളൊക്കെ ലഭിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കാര്യങ്ങൾ വളരെ വേഗത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ ആന്റിസിപ്പേറ്ററി ബെയിൽ, മുൻകൂർ ജാമ്യം പരിഗണിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഏതായാലും രാഹുൽ ഒരു പേടി കുടുങ്ങിയിട്ടുണ്ടെന്ന കാര്യം ഉറപ്പാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഈശ്വറിന്റെ അവസ്ഥ കണ്ടല്ലോ. അതിൽ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരാളെ വെളുപ്പിക്കാൻ പോയിട്ട് ഒരാൾ ജയിലിലാകുന്നത് എന്ന റെക്കോർഡ് ഇപ്പോൾ രാഹുൽ ഈശ്വർ സ്വന്തമാക്കിയിരിക്കുകയാണ്. ആ ജാമ്യം തള്ളിക്കൊണ്ടുള്ള റിമാൻഡ് ചെയ്തുകൊണ്ടുള്ള കോടതി ഉത്തരവിലെ പരാമർശങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഭയപ്പെടുത്തിയിട്ടുണ്ടെന്ന കാര്യം സംശയമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ഗൗരവതരമായ പരാമർശങ്ങളാണ് കോടതി നടത്തിയിരിക്കുന്നത്. അതിരൂക്ഷമായ വിമർശനങ്ങൾ നടത്തിയിരിക്കുന്നു. പ്രോസിക്യൂഷന്റെ വാദങ്ങളൊക്കെ കോടതി ശരിവെക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നാളെ ആന്റിസിപ്പേറ്ററി ബെയിൽ പരിഗണിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് പേടി തട്ടിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഏതായാലും പാലക്കാട്ടെ കാര്യങ്ങൾ രസകരമാണ്. ഒരു വർഷമായ പുതിയ MLA വന്നിട്ട് ആ MLAക്ക് ഇപ്പോൾ പുറത്തിറക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഒളിവിൽ തുടരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പല വിവരങ്ങളാണ്, ഒരു വർഷം തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു. ഇല്ല പല വിവരങ്ങളാണ് വരുന്നത്. അതായത് ബംഗളൂരുവിലേക്ക് പോയിട്ടുണ്ട് എന്ന സൂചനകൾ ലഭിക്കുന്നു, കോയമ്പത്തൂരിലേക്ക് പോയിട്ടുണ്ട് സൂചനകൾ ലഭിക്കുന്നു. ഏതായാലും ഞാൻ ഇന്നലെ കോയമ്പത്തൂരും പോയിരുന്നു. ഞാൻ കോയമ്പത്തൂർ പോയ വഴിക്കും ആളെ കണ്ടില്ല. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അട്ടപ്പാടി, കോയമ്പത്തൂർ ഒക്കെ കറങ്ങിയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. എന്നിട്ടും രാഹുലിനെ കണ്ടില്ല. ഒന്ന് ഓർത്ത് നോക്കണം, തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ ഇവിടെ എത്തി. നമ്മുടെ ആത്മാർത്ഥതയെ അല്ല, വ്യാജ ID കാർഡ് നിർമ്മിച്ച രാഹുൽ പല
സ്ഥലങ്ങളിൽ ഒളിക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ. ഇത് എന്താണെങ്കിലും ഇതിൽ ഏറ്റവും ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട മറ്റു പ്രധാനപ്പെട്ട വിഷയം കൂടി ഉണ്ടെന്നേ. അത് ഈ രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ സൈബർ ആക്രമണം നേരിടുമ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട ആക്രമണമായിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം സൈബർ ഐഡികൾ ഇങ്ങനെ പറയുന്നതായിട്ടോ നമ്മൾ കാണാൻ കഴിയില്ല. അതിൻ്റെ പുറകിൽ കൃത്യമായ ഒരു ആസൂത്രണമുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അതൊരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് തന്നെയാണ് അത്തരത്തിലുള്ള സൈബർ ആക്രമണം. ഇപ്പോൾ മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തലയ്ക്കോ അതല്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെയൊക്കെ വലിയ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയില്ല. അത് അതെ, കെ മുരളീധരനൊക്കെ എതിരെ ഇത് കൃത്യമായ ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഞാൻ പറയുന്നത് ഇത് കോൺഗ്രസ് വിതച്ചത് കൊയ്യുന്നു എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ ഈ സൈബർ സംഘത്തിന്റെ ആക്രമണങ്ങൾക്കെതിരെ VM സുധീരനടക്കം നേരത്തെ പരാതി പറഞ്ഞതാണ്. ഓർമ്മയുണ്ടാവുമല്ലോ, തുടക്കത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഈ പറയുന്ന VD സതീശൻ ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം അതിനെ ലഘൂകരിച്ച് കാണുകയും അതിനെ നിസാര വിലക്കെടുക്കുകയുമാണ് ചെയ്തത്. അതിൻ്റെയൊക്കെ ഫലമാണ് ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സ്വന്തം നേർക്ക് വന്നപ്പോഴാണ് അതിൻ്റെ ആഘാതം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലായത്. ഇതിൻ്റെ പുറകിൽ ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പൊതുസമൂഹത്തിൽ വളരെ നിഷ്കളങ്കതയോടെ മാധ്യമങ്ങളുടെയൊക്കെ മുന്നിൽ സംസാരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഞാൻ വളരെ നിഷ്കളങ്കനാണെന്ന് കാണിക്കുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട മാസ്റ്റർ ബ്രെയിൻ ഇതിൻ്റെ പുറകിലുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അയാൾ സേഫ് സോണിൽ ഇപ്പോൾ നിൽക്കുകയാണ്, പുറത്തിറങ്ങി കളിച്ചിട്ടില്ല. ഏതായാലും ഒരു കാലത്ത് അത് വെളിയിൽ വരുമെന്നതിന് സംശയമില്ല. അത് നമ്മൾ ആരുടെ പേരൊന്നും പറയുന്നത്, നമ്മൾ ആരുടെയും പേരൊന്നും പറയുന്നില്ല. അത് പക്ഷേ പൊതുസമൂഹത്തിന് അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഏതായാലും സച്ചിൻ, അന്വേഷണ സംഘത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും അന്വേഷണ സംഘം ഇന്നലെ പാലക്കാട് ഉണ്ടായിരുന്നു, SIT സംഘം ഉണ്ടായിരുന്നു. അവർ കോയമ്പത്തൂർ അതുപോലെ തന്നെ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് ശക്തമായ രീതിയിൽ അന്വേഷണം നടത്തുന്നത്. ഇന്നും ശക്തമായ രീതിയിൽ തന്നെ അന്വേഷണം തുടരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്.